അമേരിക്കയിലെ എൻ്റെ പ്രഗ്നൻസി ജേണിയാണ് ഇന്നത്തെ വീഡിയോ. ഡൗൺ ടൗണിൽ ഫ്രീ ആയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് തരും. അതിവിടെ ഒക്ടോബർ മാസത്തിലായിരുന്നു. ഇവിടെ ഫാൾ സീസൺ ആണ്. വിമൻസ് ഹോസ്പിറ്റൽ ഓഫ് ടെക്സസിലെ ഡോക്ടറിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ അപ്പോയിൻമെന്റ് ഫസ്റ്റ് അൾട്രാസൗണ്ട് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2 മാസമായി. 2 മാസം മുന്നേ ഞാൻ ടീച്ചർ ട്രെയിനിങ് കോഴ്സും എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. 2.5 മാസം പ്രഗ്നന്റ് ആയപ്പോൾ എനിക്ക് ജോലി കിട്ടി. ഈ സമയത്ത് ജോലി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു, ലൈസൻസ് കൂടെ എടുത്തു. ഈ സമയത്ത് ഇതൊക്കെ എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ചു. ഫുഡിനോട് ഭയങ്കര ക്രേവിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കുക്ക് ചെയ്തും കഴിച്ചു. പിന്നെ പാർക്കിലും റെസ്റ്റോറൻറ്റിലും ഫാമിലും ഈവനിങ് വാക്കിനൊക്കെ പോയി മാക്സിമം ഫാമിലി ടൈം കണ്ടെത്തിയിരുന്നു ഞങ്ങൾ. 6 മാസമായപ്പോൾ ജെൻഡർ റിവീലായി. 2ാമത്തെ ആൺകുഞ്ഞാണ്. ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രഗ്നൻസി ചാനൽ വാങ്ങിച്ചിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ചീരണിയായി. ഇത് കാസർഗോഡ് സ്റ്റൈൽ ഒരു ചടങ്ങാണ് പ്രഗ്നൻസിന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ്. ഇതൊക്കെ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് മൊമെന്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബേബി ഷവറായി. കേക്കും ഡെക്കറേഷൻസ് എല്ലാം റാശി തന്നെയാണ് ചെയ്തത്. 9 മാസത്തിലായിരുന്നു ബേബി ഷവർ. ഇതിന്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബേബി മോഡ് പോയായിരുന്നു. ഓസ്റ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. 2 ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു. ഈ ടൈമിൽ യാത്രയൊക്കെ പോകുന്നത് നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ മെല്ലെ മെല്ലെ വാങ്ങാൻ തുടങ്ങി. ഇവിടെ ഇങ്ങനെയാണ് നമ്മളെല്ലാം മുമ്പേ റെഡിയാക്കി വെക്കും. ഡെലിവറിന്റെ തൊട്ട് മുമ്പ് ഞങ്ങൾ ബേബി നഴ്സറിയൊക്കെ റെഡിയാക്കി കുഞ്ഞിന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പേരൊക്കെ മുമ്പേ കണ്ടുവച്ചിരുന്നു. ഡെലിവറിന്റെ 2 ആഴ്ച മുന്നേ വരെ ഞാൻ ജോലി ചെയ്തിരുന്നു. അതിന്റെ തൊട്ട് മുന്നേ ടീച്ചേഴ്സ് എല്ലാം കൂടിയിട്ട് ബേബി ഷവർ ചെയ്തു. കുഞ്ഞിന്റെ കൂടെ 2 വർഷം ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തതാണ്. റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അവർ എനിക്കൊരു ഫെയർവെൽ ട്രീറ്റും തന്നായിരുന്നു. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഹാപ്പി ആൻഡ് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഈ ജോലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ പുറത്ത് പോയിരുന്നു. നടക്കാൻ പോകുന്നതും പാർക്കിൽ പോകുന്നതൊക്കെ സെയിനും നല്ലോണം എൻജോയ് ചെയ്യായിരുന്നു. റൂമിൽ തന്നെ ഇരിക്കാതെ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാനും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനും ഞാൻ നോക്കിയിട്ടുണ്ട്. ഡെലിവറിക്ക് മുന്നേ കാർ സീറ്റൊക്കെ റെഡിയാക്കി, നഴ്സിനുള്ള ഗിഫ്റ്റ് ബാഗൊക്കെ റെഡിയാക്കി, ഹോസ്പിറ്റൽ ബാഗും റെഡിയാക്കി. അങ്ങനെ ഇപ്പോൾ ഡെലിവറി ആവാനായി. ഡെലിവറിക്ക് 2 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണം. ജൂലൈ 12 രജിസ്റ്റർ ചെയ്തു. ജൂലൈ 14 ആദം ജനിച്ചു. ആദമിൻ്റെ ബർത്ത് സ്റ്റോറി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്